ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. KFCയും കുബൂസും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ താഴെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അവിടെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചിക്കൻ എടുത്ത് മാവ് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഐസിൽ മുക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെയും ബ്രോസ്റ്റഡ് ചിക്കനിൽ പൗഡറിലോട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഐസ് മുക്കി പിന്നെയും ബ്രോസ്റ്റഡ് ചിക്കൻ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇടുക. അപ്പോൾ എണ്ണയിലോട്ടിട്ടപ്പം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കുബൂസിനുള്ള മാവൊക്കെ അമ്മ കുഴച്ചിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് വെക്കേണ്ടത് വെച്ചാൽ മാവും കൂടി സമം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് പഞ്ചസാര 1 സ്പൂൺ ഇടുക. പിന്നെ സോഡാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. പിന്നെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഗൈസ്, അമ്മ ഇതൊക്കെ റെഡിയായി മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനുള്ളിലേക്ക് നോക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കുബൂസിനുള്ള മാവ് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അമ്മ എടുത്തുകൊണ്ട് പോയി. ഇനി നമ്മുടെ ഈ ചട്ടി മാത്രമുള്ള ഒന്നുമില്ല, ശൂന്യം. ആ സമയം നമ്മുടെ ചിക്കനൊക്കെ മുരിഞ്ഞ് പൊന്തി വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് എനിക്ക് തന്നെ തിന്നാനെന്ന് തോന്നുന്നുണ്ട്. എങ്കിലും സാരില്ല, നമുക്ക് കഴിക്കാമല്ലോ. ചിക്കൻ്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ചിക്കൻ ഒന്ന് റെഡി ആകുന്നവരെ വരെ കാത്തു നിൽക്കാം. ആ സമയത്ത് മയോണൈസിനോടുള്ള വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് എൻ്റെ അനിയത്തി ഇടുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി വേണം, മയോണൈസിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ അത് പൊളിച്ചിടുമ്പം KFC 5 മിനിറ്റ് ശേഷം തിരിച്ചിടുക. ആ സമയം മയോണൈസിന് വേണ്ടത് 6 വെളുത്തുള്ളി ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ്, ഇവിടെ വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തൊളിയെല്ലാം കഴിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിക്കന് പിന്നെ ഈ ട്രിപ്പ് തീരാറായി കാണും. അടുത്ത ട്രിപ്പിലോട്ടുള്ള ആൾക്കാരെ എടുത്തുകൊണ്ട് പോകണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വലിയ പീസിലൊക്കെ നമുക്ക് കുത്തി നോക്കാം. നല്ല മണമുണ്ട്. അങ്ങനെ ഓരോ പീസിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ പീസിലും കുത്തി വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ 12 മിനിറ്റ് ഇവിടെ 12 മിനിറ്റ് വലിയ പീസ് ആയതുകൊണ്ട് 12 മിനിറ്റേ കൊടുത്തിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്ക് ഇവിടെ KFC 1 ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത ട്രിപ്പിലോട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് KFC എടുത്ത് ചെയ്തു, പിന്നെ ഐസിലോട്ട് മുക്കി, പിന്നെയും പിന്നെ ഈ മാസം കണ്ടിച്ചെടുത്ത് അതിനകത്ത് ഇടാൻ പോവാന്.
അടുത്ത് നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഐറ്റംസ് 4 വെളുത്തുള്ളി, 2 മുട്ട, പിന്നെ വിനാഗർ, പിന്നെ സ്വല്പം വെള്ളം. ഇനി വിനാഗർ ഒഴിക്കുന്നു. ഇനി 1 നുള്ള് ഉപ്പ്, പിന്നെ ശകലം വെള്ളം ഒഴിച്ചെടുക്കുക. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശകലം ഗോൾഡൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. മയോണൈസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിന് സാധാരണ പാസ്ചറൈസ് എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പം സാധാരണ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ മുമ്പേ ഇട്ട KFC തിരിച്ച് ഇടുക. ഇത് ദുബായിൽ നിന്നും കൊണ്ടുവന്ന KFC പൗഡറാണ്. ഇനി സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി കുക്കുംബറും ക്യാരറ്റും അരിയുകയാണ്. ഇനി അടുത്തത് കുക്കുംബർ അരിയുകയാണ്.
സലാഡിന് വേണ്ട ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. KFC എല്ലാം ഇനി പാത്രത്തിലോട്ട് ഇടുക. ഇനി കുബൂസിന് വേണ്ട മാവ് പുളിച്ചിട്ടുണ്ട്. ഇനി അത് പരത്തിയെടുക്കുകയാണ്. ഇനി കുബൂസ് ഓരോന്നായി പരത്തിയെടുക്കുകയാണ്. അങ്ങനെ ഒരു കുബൂസിനുള്ള പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ദുബൈയിൽ നിന്നും കൊണ്ടുവന്ന ബ്രോസ്റ്റഡ് പൗഡർ. ഇത് 100 ഗ്രാം പൗഡറിൽ 1 കിലോ മൈദയിൽ മിക്സ് ചെയ്യണം. ഇതാണ് ദുബൈയിൽ നിന്നും കൊണ്ടുവന്ന മാരിനേറ്റഡ് പൗഡർ. ഇത് 1 കിലോ ഇറച്ചിയിൽ 12 ഗ്രാം പൗഡർ എടുത്ത് മിക്സ് ചെയ്യണം. കുബൂസ് ഇവിടെ ചുട്ടെടുക്കുകയാണ്. ഇവിടെ ഒരു കുബൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ഐറ്റംസ് എല്ലാം തയ്യാറായിരിക്കുന്നു. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.